Download now. CC Learning app. എല്ലാവർക്കും നമസ്കാരം. CC ജനറൽ PSC ചാനലിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഷൈജു. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രധാനമായിട്ടും വന്നിരിക്കുന്നത്, നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ കമ്പനി ബോർഡ് എലിജിയസ് പരീക്ഷ, അതേപോലെ ബെവ്കോ LD ഉൾപ്പെടെയുള്ള ഈ രണ്ട് തസ്തികകൾക്ക് വേണ്ടി നടത്തുന്ന പൊതു പ്രാഥമിക പരീക്ഷ, അതായത് നമ്മൾ 10th പ്രിലിംസ് എന്ന് പറയുന്ന പരീക്ഷ. ഈ 10th പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിൽ ബാക്കിയായിട്ട് നിൽക്കുന്നുള്ളൂ. ഈ ഒരു പരീക്ഷ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് നിങ്ങളെ കൂടുതൽ സഹായിക്കുവാൻ വേണ്ടിയിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ആപ്പ് മൊത്തത്തിൽ ഒന്ന് മോഡിഫൈ ചെയ്തുകൊണ്ട് നമ്മൾ CC ലേണിംഗ് ആപ്പ് എന്നുള്ള രീതിയിൽ പേര് മാറ്റി നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ആപ്പ് അവൈലബിൾ ആണ്. ഏറ്റവും വലിയ 4-5 പ്രത്യേകതകളാണ് ഇത്തവണ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തത്, നിങ്ങൾക്ക് ഡെയിലി മോക്ക് എക്സാമുകൾ ഫ്രീ ആയിട്ട് എഴുതുവാൻ സാധിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രത്യേകത. അതൊരു വലിയ സാധ്യതയാണ്. നമ്മളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മോക്ക് എക്സാമുകൾ സ്ഥിരമായിട്ട് എഴുതി മുമ്പോട്ട് പോകുക എന്ന് പറയുന്ന വലിയൊരു പ്രത്യേകതയാണ്. അത്തരത്തിലെ ഫ്രീ ആയിട്ട് മോക്ക് എക്സാമുകൾ എഴുതുവാൻ CC ലേണിംഗ് ആപ്പിൽ സാധിക്കും. ഡെയിലി കറണ്ട് അഫേഴ്സ് ഫ്രീ ആയിട്ട് കിട്ടും. മറ്റൊരു ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. നമ്മൾ എവിടെയെല്ലാം തേടി പോകേണ്ടി വരും, അവിടേക്ക് പോയാൽ 10th പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ, 10th മെയിൻസിന്റെ അവൈലബിൾ, +2 പ്രിലിംസ്, +2 മെയിൻസ്, ഇപ്പൊ എല്ലാം ഒരു ഘട്ടമായി. ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, ഡിഗ്രി ലെവൽ മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, ഇങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് കിട്ടും. അതിന്റെ എക്സ്പ്ലനേഷൻ കൃത്യമായിട്ട് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ മറ്റൊരു ഏറ്റവും വലിയൊരു പ്രത്യേകത, നിങ്ങളൊരു പരീക്ഷ എഴുതി കഴിയുമ്പോൾ നിങ്ങളുടെ റാങ്ക് എത്രയാണെന്ന് അറിയാൻ പറ്റും. അതിനനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുവാനും എന്നുള്ള കാര്യം നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് അത്തരത്തിലൊരു വലിയ മൂവ്മെന്റ് നടത്തുവാൻ സാധിക്കും. അത്രയും യൂസർ ഫ്രണ്ട്ലി ആക്കിയിരിക്കുകയാണ് നമ്മുടെ CC ലേണിംഗ് ആപ്പ്. അപ്പൊ എല്ലാവരും CC ലേണിംഗ് ആപ്പ്, ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ CC ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇത്തരത്തിലെ സൗജന്യ സേവനങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഭംഗിയായിട്ട് തയ്യാറെടുക്കണം എന്നുള്ള കാര്യം കൂടെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കമ്പനി ബോർഡ് എലിജിയസ് പരീക്ഷ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പോകുമ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ മാത്സിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത്തരത്തിലെ മറ്റൊരു മാത്സിന്റെ ഒരു വണ്ടർഫുൾ സെഷൻ, അതായത് 2026 നമ്മുടെ മുമ്പിൽ നടന്നുപോയ വളരെ പ്രധാനപ്പെട്ട ചില 10th ലെവൽ പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യങ്ങളാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. മക്കളെ, ഒന്നാമത്തെ ചോദ്യം, ലഘൂകരിക്കുക. ലഘൂകരിക്കുക എന്ന് പറയുന്ന ഭാഗം, അതായത് ബോർഡ് മാസ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ട വളരെ സിമ്പിൾ ഒരു ചോദ്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്കറിയാം, എന്തായാലും നമ്മൾ എഴുതാൻ പോകുന്ന കമ്പനി ബോർഡ് എലിജിയസിന്റെ പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് ഒരു ബോർഡ് മാസ് ചോദ്യം പരീക്ഷയ്ക്ക് ഉണ്ടാകും, അല്ലേ? അത്തരത്തിലെ 2026 നടന്നുപോയ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് ബോർഡിൽ കാണാൻ സാധിക്കുന്നത്. ചോദ്യം ഇതാണ്: 36 + 9 × 2/3 മൈനസ് 5ന്റെ സ്ക്വയർ എത്ര എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ബോർഡ് മാസ് റൂൾ അനുസരിച്ച് ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റ്, രണ്ടാമത് ഓഫ്, മൂന്നാമത് ഡിവിഷൻ, നാലാമത് മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ബ്രാക്കറ്റ് ആദ്യം ചെയ്യുക, അതിനുശേഷം ഓഫ് ചെയ്യുക, അതിനുശേഷം ഡിവിഷൻ, അതിനുശേഷം മൾട്ടിപ്ലിക്കേഷൻ, അതിനുശേഷം അഡീഷൻ, ഏറ്റവും അവസാനം മാത്രമേ സബ്ട്രാക്ഷൻ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിലെ ബ്രാക്കറ്റ് ഇല്ല, ഓഫ് ഇല്ല. ഡിവിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ 2/3 കിടപ്പുണ്ട്. പക്ഷേ നീ നിങ്ങൾ ചെയ്യാൻ നിൽക്കേണ്ട, കാരണം 2നെ 3 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതും പോട്ടെ. അടുത്ത സ്റ്റെപ്പിലെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. എടാ കുഞ്ഞുങ്ങളെ, മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാല് ദാണ്ടെ ഈ ഒരു ഭാഗമാണ് മൾട്ടിപ്ലിക്കേഷൻ. അതായത് 9 × 2/3 എന്ന് പറയുന്ന സാധനം മാത്രമായിട്ട് നിങ്ങൾ ചെയ്യണം. എളുപ്പോ?
ദാണ്ടെ ഈ കിടക്കുന്ന 3 ഈ കിടക്കുന്ന 9 കൂടെ വെട്ടിയാൽ 9 വരും. സ്വാഭാവികമായിട്ടും 2 6 കിട്ടും. ആ ഒരു ഭാഗം നമുക്ക് കിട്ടി 6. അപ്പൊ നമ്മുടെ ചോദ്യം 36 പ്ലസ് ഈ ഒരു ഭാഗം ചെയ്തപ്പോൾ 6 കിട്ടി, മൈനസ് 5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാല് 5 5 25 കഴിഞ്ഞു. അങ്ങനെ മൾട്ടിപ്ലിക്കേഷനും നമ്മൾ ചെയ്ത് അവസാനിപ്പിച്ചിരിക്കുന്നു. അഡീഷനും സബ്ട്രാക്ഷനും മാത്രമേ നമ്മുടെ ചോദ്യ പേപ്പറിനകത്തുള്ളൂ എങ്കിൽ വേറൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. മക്കളെ, മൾട്ടിപ്ലിക്കേഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ റൂൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. എടാ, അഡീഷനും സബ്ട്രാക്ഷനും മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഒന്നുമില്ല. അതെ, 36ന്റെ കൂടെ 6 കൂട്ടിയാൽ എത്ര? 36ന്റെ കൂടെ 6 കൂട്ടിയാൽ 42 ആണോ? ആ 42ൽ നിന്ന് 25 അങ്ങോട്ട് കുറയ്ക്കണം. ദാണ്ടേ, 42ൽ നിന്നും 25 കുറച്ചാൽ 12ൽ നിന്ന് 5 കുറച്ച 7, 3ൽ നിന്ന് 2 കുറച്ച 1. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. സോ സിമ്പിൾ ക്വസ്റ്റ്യൻ. 2026 ബോർഡ് മാസ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ട മറ്റൊരു ചോദ്യമാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത്. അപ്പോൾ നിങ്ങൾ പഠിച്ചു പോകുന്ന സമയത്ത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ബോർഡ് മാസ് ചോദ്യങ്ങൾ ചെയ്തു പഠിക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തലായിരുന്നു ആ ഒരു ചോദ്യം. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പതിയെ പോകുന്നുണ്ടേ. രണ്ടാമത്തെ ചോദ്യം, പി ക്യൂവിനേക്കാൾ 5 മടങ്ങ് കൂടുതലാണെങ്കിൽ ക്യൂ പിയേക്കാൾ എത്ര ശതമാനം ചെറുതാണ്? ഈ ചോദ്യം ശതമാനം എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വേണമെങ്കിൽ നമുക്ക് പിടിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. സ്ഥിരം ചോദ്യം. നിങ്ങൾ പഠിച്ചിട്ടില്ലേ ശതമാനം എന്ന് പറയുന്ന ടോപ്പിക്കിലെ എയുടെ ശമ്പളം ബിയുടെ ശമ്പളത്തിനേക്കാൾ 20% കൂടുതലാണെങ്കിൽ ബിയുടെ ശമ്പളം എയുടെ ശമ്പളത്തിനേക്കാൾ എത്ര പെർസെൻറ്റേജ് കുറവാണ്? അല്ലെങ്കിൽ എയുടെ ശമ്പളം ബിയുടെ ശമ്പളത്തിനേക്കാൾ 30% കുറവാണെങ്കിൽ ബിയുടെ ശമ്പളം എയുടെ ശമ്പളത്തിനേക്കാൾ എത്ര പെർസെൻറ്റേജ് കൂടുതലാണ്? അപ്പോൾ 2 വ്യക്തികൾ, ഒരാൾക്ക് ഇത്ര ശതമാനം കൂടുതലാണ്, അങ്ങനെയാണെങ്കിൽ മറ്റവൻ എത്ര ശതമാനം കുറവാണ്? തിരിച്ച് ഒരാൾക്ക് ഇത്ര ശതമാനം കുറവാണെങ്കിൽ മറ്റവൻ എത്ര ശതമാനം കൂടുതലാണ്? ഇത്തരത്തിൽ വരുന്ന എല്ലാ ചോദ്യങ്ങളും ചെയ്തെടുക്കുവാനുള്ള മാർഗം എന്ന് പറയുന്നത് പഠിപ്പിച്ചിട്ടുണ്ട്. 100 R by 100 പ്ലസ് R എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ എടാ കുഞ്ഞുങ്ങളെ 100 R by 100 മൈനസ് R എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഉപയോഗിച്ച ആൻസർ കിട്ടും. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ചോദ്യത്തിലെ പി ക്യൂവിനേക്കാൾ 5 മടങ്ങല്ല, ശതമാനത്തിൽ പറയണം. ഇത് ശതമാനത്തിന്റെ ക്വസ്റ്റ്യനാണ്. 5 മടങ്ങെന്ന് പറഞ്ഞ എത്ര ശതമാനോ കുഞ്ഞുങ്ങളെ? 5 മടങ്ങെന്ന് പറഞ്ഞ 500%. അപ്പൊ ക്വസ്റ്റ്യൻ മാറി. എന്തായി ക്വസ്റ്റ്യൻ? അതായത് പി ക്യൂവിനേക്കാൾ 500% കൂടുതലാണെങ്കിൽ ക്യൂ പിയേക്കാൾ എത്ര പെർസെൻറ്റേജ് കുറവാണ് എന്നുള്ള രീതിയിലേക്ക് ചോദ്യം മാറി. അല്ലേ? ചോദ്യം തിരിഞ്ഞു. പി ക്യൂവിനേക്കാൾ 500% കൂടുതലാണെങ്കിൽ ക്യൂ പിയേക്കാൾ എത്ര ശതമാനം കുറവാണ്? അപ്പൊ ഇക്വേഷൻ ഇത് അല്ലെങ്കിൽ ഇത് ഏത് ഉപയോഗിക്കുമെന്നല്ലേ നിങ്ങളുടെ അടുത്ത സംശയം. ശതമാന സംഖ്യയുടെ കൂടെ നിൽക്കുന്ന വാക്ക് കൂടുതലാണ് അല്ലെങ്കിൽ അധികമാണെന്ന് കണ്ട പ്ലസ് ഉള്ള ഇക്വേഷൻ അടിച്ചോണം. ശതമാന സംഖ്യയുടെ കൂടെ നിൽക്കുന്ന വാക്ക് കൂടുതലാണ് അല്ലെങ്കിൽ അധികമാണെന്ന് കണ്ട പ്ലസ് ഉള്ള ഇക്വേഷൻ. ശതമാന സംഖ്യയുടെ കൂടെ നിൽക്കുന്ന വാക്ക് കൂടുതലാണെന്ന അപ്പോൾ പ്ലസ് ഉള്ള ഇക്വേഷൻ ഉപയോഗിക്കണം. ശതമാന സംഖ്യയുടെ കൂടെ നിൽക്കുന്ന വാക്ക് കുറവാണെന്ന് കണ്ടാൽ മക്കളെ മൈനസ് ഉള്ള ഇക്വേഷൻ എടുക്കണം. ഇവിടെ കൂടുതലാണ്, അതുകൊണ്ട് പ്ലസ് ഉള്ള ഇക്വേഷൻ എടുക്കണം. 100R by 100 പ്ലസ് R ആണ് ഇക്വേഷൻ. സോ സിമ്പിൾ. ഇനി R എന്ന് പറഞ്ഞാൽ ശതമാന സംഖ്യ 500. R എന്ന് പറഞ്ഞാൽ ശതമാന സംഖ്യ 500. അപ്പൊ ഒന്ന് അപ്ലൈ ചെയ്യാം. 100 ×
6ന്റെ വില 500 ഡിവൈഡഡ് ബൈ 100ഉം 500ഉം കൂടെ കൂട്ടിയാൽ 600. 2 0 കട്ടായി. മക്കളെ 100ഉം 6ഉം കൂടെ 2 കൊണ്ട് വെട്ടാം. 50 2 100 3 2 6. എടാ 50നെ 5 കൊണ്ട് ഗുണിച്ചാൽ 250 വരത്തില്ലേ? ആ 250നെ നിങ്ങൾ 3 കൊണ്ട് ഹരിക്കണം. 250നെ 3 കൊണ്ട് ഹരിച്ചാൽ ദാണ്ട നോക്കിക്കോ, 250നെ നമ്മൾ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 8 3 24, ശിഷ്ടം 1 വരത്തില്ലേ? ശിഷ്ടം 1 0. വീണ്ടും പഴയതുപോലെ 3 9, ശിഷ്ടം 1. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എഴുതുക. ആദ്യം ഹരണഫലം 83, പിന്നെ ഹാരകം 3, ഹാരകത്തിന്റെ മുകളിൽ ശിഷ്ടമായ 1. ഇങ്ങനെ എഴുതണം ആന്റി ക്ലോക്ക് വൈസ്. ആദ്യം ഹരണഫലം, പിന്നെ ഹാരകം, ഹാരകത്തിന്റെ മുകളിലെ ശിഷ്ടം. ഉത്തരം 83 1/3% എന്നുള്ളതായിരുന്നു ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷനിൽ ആൻസർ ഇല്ലാത്തത് കൊണ്ട് ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയിപ്പോയി. പക്ഷേ സംഭവം കാര്യം മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ ഇത്ര മടങ്ങെന്ന് പറഞ്ഞാൽ അതിനെ ശതമാനത്തിലാക്കിയാൽ മതി. 3 മടങ്ങ് 300%, 5 മടങ്ങ് 500%. ഇനി തിരിച്ചായിരുന്നെങ്കിലോ, പി ക്യൂവിനേക്കാൾ 5 മടങ്ങ് കുറവാണെങ്കിൽ ക്യൂ പിയേക്കാൾ എത്ര ശതമാനം കൂടുതലാണ് എന്നാവും ചോദ്യം. അപ്പോഴും ശതമാന സംഖ്യയുടെ കൂടെ നിൽക്കുന്ന വാക്ക് കുറവായതുകൊണ്ട് മൈനസ് ഉള്ള ഇക്വേഷൻ എടുക്കണം. 6 എന്ന് പറഞ്ഞാല് ശതമാന സംഖ്യയാണെന്നും വൃത്തിയായിട്ട് ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, എ ബി എന്നിവ 4 അംശബന്ധം 5 എന്ന അനുപാതത്തിലും, കണ്ടോ എയും ബിയും തമ്മിലുള്ള റേഷ്യോ 4 അംശബന്ധം 5. മക്കളെ ബിയും സിയും തമ്മിലുള്ള റേഷ്യോ 20-30. അങ്ങനാണെങ്കിൽ എടാ കുഞ്ഞുങ്ങളെ എയും സിയും തമ്മിലുള്ള അംശബന്ധം അല്ലെങ്കിൽ അനുപാതം എത്രയാണെന്നാണ് ചോദ്യം. എടാ എയും ബിയും തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട്, ബിയും സിയും തമ്മിലുള്ള റേഷ്യോ തന്നിട്ട് ചോദ്യകർത്താവ് ചോദിക്കുന്നു എയും സിയും തമ്മിലുള്ള റേഷ്യോ എത്ര എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, തന്നിരിക്കുന്ന അംശബന്ധ സംഖ്യകൾ നിരത്തി എഴുതുക, ഗുണിക്കുക. തന്നിരിക്കുന്ന അംശബന്ധ സംഖ്യകൾ നിരത്തി എഴുതി ഗുണിക്കുക. തന്നിരിക്കുന്ന ഒന്നാമത്തെ അംശബന്ധ സംഖ്യ 4 അംശബന്ധം 5. 4 അംശബന്ധം 5 എന്ന് പറഞ്ഞാൽ 4/5. രണ്ടാമത്തത് 20 അംശബന്ധം 30. 20 അംശബന്ധം 30 എന്ന് പറഞ്ഞാൽ 20/30. തന്നിരിക്കുന്ന അംശബന്ധ സംഖ്യകൾ നിരത്തി എഴുതുക, ഗുണിക്കുക. തന്നിരിക്കുന്ന അംശബന്ധ സംഖ്യകൾ നിരത്തി എഴുതുക. 4 അംശബന്ധം 5 എന്ന് പറഞ്ഞാൽ 4/5. 20 അംശബന്ധം 30 എന്ന് പറഞ്ഞാൽ 20/30. നിരത്തി എഴുതുക, ഗുണിക്കുക. മക്കളെ ഈ 0 കട്ടായി. ഇനി എന്തെങ്കിലും വെട്ടാനുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഗുണിച്ചങ്ങോട്ട് വെച്ചാട്ടെ. 4 × 2 8, 5 × 3 15, 8/15. 8/15 എന്ന് പറഞ്ഞാല് 8 അംശബന്ധം 15. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. പക്ക ക്വസ്റ്റ്യൻ. അപ്പൊ A:B-യും B:C-യും തന്നിട്ട് A:C കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ തന്നിരിക്കുന്ന അംശബന്ധ സംഖ്യകൾ നിരത്തി എഴുതുക, ഗുണിക്കുക. 1 മാർക്ക് സ്ഥിരം ചോദ്യമാണ്, എപ്പോഴും കാണുന്നത്. ചോദ്യം വന്നിരിക്കുന്നത് അംശബന്ധം അനുപാതം എന്ന് പറയുന്ന ചാപ്റ്ററിലെ 3ാമത്തെ ടൈപ്പ് ചോദ്യമാണ്. ആ ഒരു ഭാഗം വൃത്തിയായിട്ട് പഠിക്കണം. അങ്ങനെയാണെങ്കിൽ മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ ദാ പിടിച്ചോടാ. രാമു 36 സെക്കൻഡില് 400 മീറ്റർ ഓടുന്നു. അവന്റെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണ്? സ്പീഡ് കണ്ടുപിടിക്കണം, km/h പറയണം. മണിക്കൂറിൽ എത്ര കിലോമീറ്റർ, അതായത് സ്പീഡ് പറയണം. പക്ഷേ സ്പീഡ് പറയുമ്പോൾ അത് km/h പറയണം, ഒരിക്കലും m/s പറയാൻ പാടില്ല. ഇതാണ് ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് ആദ്യം സ്പീഡ് കണ്ടുപിടിക്കണ്ടേ? മക്കളെ സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സ്പീഡ് = ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേടാ?
സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 400 അല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 400 ആണ്. സമയം 36 അല്ലേ? ഡിസ്റ്റൻസ് ചോദ്യകർത്താവ് തന്നിട്ടുണ്ട് 400, സമയം 36 സെക്കൻഡ്, സമയം 36 സെക്കൻഡ്, സമയം 36 സെക്കൻഡ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് മീറ്റർ പെർ സെക്കൻഡിലല്ലേ? ആണ്. സ്പീഡ് കിട്ടി, പക്ഷെ അത് മീറ്റർ പെർ സെക്കൻഡിലാ. മുകളിൽ കിടക്കുന്നവൻ മീറ്റർ, താഴെ കിടക്കുന്നവൻ സെക്കൻഡ്. അപ്പൊ സ്വാഭാവികമായിട്ടും കിട്ടിയ സ്പീഡ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡിലാണെന്ന് മനസ്സിലായി. പക്ഷേ നമുക്ക് കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റണ്ടേ? മീറ്റർ പെർ സെക്കൻഡിനെ എങ്ങനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റേണ്ടത് പലതവണ പറഞ്ഞു തന്നിട്ടില്ലേ? മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റണമെങ്കിൽ 18/5 കൊണ്ട് ഗുണിക്കണം. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കണമെങ്കിൽ 18/5 കൊണ്ട് ഗുണിക്കുക. 18/5 കൊണ്ട് ഗുണിക്കുക. മക്കളെ 18 2 36. എടാ 400ന്റെ പകുതി 200 ആണ്. 200നെ 5 കൊണ്ട് ഹരിച്ചാൽ 40. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കണമെങ്കിൽ 18/5 കൊണ്ട് ഗുണിക്കുക. കാണാതെ പഠിച്ചു വെക്കുക. തിരിച്ച് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ 5/18 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ 5/18 കൊണ്ട് ഗുണിക്കണം. തിരിച്ച് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കണമെങ്കിൽ 18/5 കൊണ്ട് ഗുണിക്കുക. ഈ രണ്ട് കാര്യങ്ങളും വൃത്തിയായിട്ട് പഠിച്ചു വെച്ചോണം. ഒരു 10th പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് പറഞ്ഞു തന്നത്. ആദ്യം ചെയ്തത് സ്പീഡ് കണ്ടുപിടിച്ചു. ആ കിട്ടിയ സ്പീഡ് മീറ്റർ പെർ സെക്കൻഡിലായിരുന്നു. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ 18/5 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് ആ ക്വസ്റ്റിന്റെ ഉത്തരം പക്ക കിട്ടി. അടുത്തത് ലഘൂകരിക്കുക. എപ്പോഴും കാണുന്ന ക്വസ്റ്റ്യനാണ്. ഏത് ചാപ്റ്റർ എന്നുള്ളതാണെന്നറിയോ? ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് നമ്മുടെ കൃത്യംഗ സംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. ചെയ്യേണ്ട പരിപാടി മക്കളെ, ആ കൃത്യംഗ സംഖ്യയിലേക്ക് നോക്കുമ്പോൾ അതിന്റെ പവർ കിടക്കുന്നത് ഭിന്നസംഖ്യയല്ലേടാ. ചോദ്യം കിടക്കുന്നത് 8⁻²/3 ഇൻറ്റു 27⁻²/3 എന്നാണ് കിടക്കുന്നത് അല്ലേ? 8⁻²/3 ഇൻറ്റു 27⁻²/3 ആണ് ചോദിച്ചത്. അപ്പോൾ തന്നിരിക്കുന്ന കൃത്യംഗ സംഖ്യയുടെ പവർ നോക്കുമ്പോൾ അതൊരു ഭിന്നസംഖ്യയാണ്. തന്നിരിക്കുന്ന കൃത്യംഗ സംഖ്യയുടെ പവർ നോക്കുമ്പോൾ അതൊരു ഭിന്നസംഖ്യയാണ് അല്ലേ? 2/3 ഭിന്നസംഖ്യയല്ലേ? നിങ്ങൾ നോക്കേണ്ടത് അത്തരത്തിലൊരു ഭിന്നസംഖ്യ വരുവാണെങ്കിൽ അതിന്റെ ഛേദം മാത്രം നോക്കുക. ആ ഭിന്നസംഖ്യയുടെ ഛേദം മാത്രം നോക്കിയാൽ മതി. ഛേദം മാത്രം നോക്കുക. ഛേദം എത്ര? ഛേദം 3 അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ആ തന്നിരിക്കുന്ന ആധാരസംഖ്യ ഉണ്ടല്ലോ, ആധാരസംഖ്യ എന്ന് പറഞ്ഞാൽ ബേസ് നമ്പർ താഴെ കിടക്കുന്നത്, അതിനെ നിങ്ങളൊന്ന് മാറ്റണം. മാറ്റുമ്പോൾ ഈ ഛേദത്തിന്റെ ആ ഒരു രീതിയിൽ ചിന്തിക്കണം. അതായത് 8 എന്ന് പറയുന്നത് ഏത് സംഖ്യ റൈസ് ടു 3 ആണെന്ന് ആലോചിക്കണം. കാരണം ഛേദം 3 ആണല്ലോ. അപ്പൊ ഇവിടെ നിങ്ങൾ ചിന്തിക്കണം 8 എന്ന് പറയുന്നത് ഏത് സംഖ്യ റൈസ് ടു 3 ആണെന്ന് ആലോചിക്കണം. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ വന്ന് കാണും 8 എന്ന് പറയുന്നത്, എടാ 8 എന്ന് പറയുന്നത് 2⁻³ അല്ലേ? 2ന്റെ ക്യൂബ് അല്ലേ? ദ ഹോൾ റൈസ് ടു 2/3 അതുപോലെ തന്നെ എഴുതി വെച്ചു. കണ്ടോ? എപ്പോഴും അതാ നോക്കേണ്ടത്. ഛേദം നോക്കണം. ഛേദം 4 ആണെങ്കിൽ ഈ സംഖ്യ ഏത് സംഖ്യ റൈസ് ടു 4 ആണെന്ന് ആലോചിക്കണം. ഛേദം 3 ആയതുകൊണ്ട് 8 എന്ന് പറയുന്ന സംഖ്യ ഏത് സംഖ്യ റൈസ് ടു 3 ആണ്? 2ന്റെ ക്യൂബാ. അതേപോലെ അപ്പുറത്ത് 27 എന്ന് പറയുന്നത് ഏത് സംഖ്യ റൈസ് ടു 3 ആണ്? 27 എന്ന് പറയുന്നത് 3⁻³ ആണ്. 27 എന്ന് പറയുന്നത് 3ന്റെ ക്യൂബ് ആണെന്ന് മനസ്സിലായി. ദ ഹോൾ റൈസ് ടു 2/3 അതുപോലെ തന്നെ എഴുതി വെച്ചു. സംഭവം സെറ്റായി.
ഇനി മക്കളെ എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റൈസ് ടു എം എൻ ആണ്. അതായത് ഒരു കൃത്യംഗ സംഖ്യയ്ക്ക് ഒന്നിലധികം പവറുകൾ ഉണ്ടെങ്കിൽ പവറുകൾ തമ്മിൽ ഗുണിക്കുക. അങ്ങനെ ഗുണിക്കുമ്പോൾ 3ഉം 2/3 കൂടെ ഗുണിച്ചാൽ, നോക്കിക്കേ, 3ഉം 2/3 കൂടെ ഗുണിച്ചാൽ 3 കട്ടായി പോയില്ലേ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ 3യും കട്ടാവും, ഈ 3 കട്ടാവും. മക്കളെ 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എടാ കുഞ്ഞുങ്ങളെ 4 അല്ലേ? 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 അല്ലേ? ഇൻറ്റു അതേപോലെ 3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 അല്ലേ? 4 9 കൂടെ ഗുണിച്ചാൽ 36. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. സോ സിമ്പിൾ ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കേണ്ട പരിപാടി, തരുന്ന കൃത്യംഗ സംഖ്യയുടെ എന്ത് നോക്കണം? പവർ നോക്കണം. ഭിന്നസംഖ്യ ആണെങ്കിൽ ഛേദം മാത്രം നോക്കുക. ഇവനെ ആ രീതിയിലേക്ക് സ്പ്ലിറ്റ് ചെയ്യുക. ഛേദം 3 ആണ്. അപ്പൊ 8 എന്ന് പറയുന്നത് ഏത് സംഖ്യ റൈസ് ടു 3 ആണെന്ന് സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് വെട്ടിക്കളഞ്ഞ് നമുക്ക് ആൻസറിലേക്ക് എത്തുവാൻ സാധിക്കും. സോ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത്. അടുത്തത്, ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ 65ാമത്തെ ദിവസം ഏത്? ഇന്ന് വ്യാഴമാണെങ്കിൽ 100ാമത്തെ ദിവസം ഏത്? ഇന്ന് ബുധനാണെങ്കിൽ 59ാമത്തെ ദിവസം ഏത്? ഇന്ന് ചൊവ്വയാണെങ്കിൽ 48ാമത്തെ ദിവസം ഏത്? ഇത്തരത്തിൽ വരുന്ന ചോദ്യങ്ങൾ ചെയ്യേണ്ട പരിപാടി, എടാ എത്രാമത്തെ ദിവസമാണോ കണ്ടുപിടിക്കേണ്ടത് അതിൽ നിന്ന് 1 കുറയ്ക്കുക, 1 കുറയ്ക്കുക, 1 കുറയ്ക്കുക. എത്രാമത്തെ ദിവസമാണോ മക്കളെ കണ്ടുപിടിക്കേണ്ടത് അതിൽ നിന്ന് 1 കുറയ്ക്കണം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 65ാമത്തെ ദിവസമാണ്. എടാ കുഞ്ഞുങ്ങളെ 65 1 കുറയ്ക്കുക. 65 1 കുറച്ചാൽ 64. ആ സാധനത്തിനെ 7 കൊണ്ട് ഹരിക്കുക. 9 7 63 ശിഷ്ടം 1. ഒന്നും കൂടെ പറഞ്ഞു തരാം. എത്രാമത്തെ ദിവസമാണോ കണ്ടുപിടിക്കേണ്ടത് അതിൽ നിന്നും 1 കുറയ്ക്കുക. ആ സാധനത്തിനെ 7 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 65ാമത്തെ ദിവസം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 65 1 കുറച്ചു 64. 64നെ 7 കൊണ്ട് ഹരിച്ചു, ശിഷ്ടം 1. ആ കിട്ടിയ ശിഷ്ടമുണ്ടല്ലോ, ആ ശിഷ്ടം തന്നിരിക്കുന്ന ദിവസത്തിന്റെ കൂടെ കൂട്ടുക. തന്നിരിക്കുന്നത് തിങ്കൾ. മക്കളെ തിങ്കളിന്റെ കൂടെ ശിഷ്ടമായ 1 കൂട്ടുക. തിങ്കളിന്റെ കൂടെ 1 കൂട്ടിയാൽ ചൊവ്വ, തിങ്കളിന്റെ കൂടെ 1 കൂട്ടിയാൽ ചൊവ്വ. ആൻസർ സെറ്റ്. അങ്ങനാണെങ്കിൽ എടാ കുഞ്ഞുങ്ങളെ നിങ്ങൾക്കുള്ള ചോദ്യം, ഇന്ന് ശനിയാഴ്ച ആണെങ്കിൽ എന്റെ ചോദ്യം 100ാമത്തെ ദിവസം ഏത്? നിങ്ങൾ ഓരോരുത്തരും ആൻസർ കമന്റ് ചെയ്യുക. ചെയ്യേണ്ട പരിപാടി എങ്ങനാ? 100ൽ 1 കുറയ്ക്കുക 99. 99നെ 7 കൊണ്ട് ഹരിക്കുക, ശിഷ്ടം എടുക്കുക. ആ ശിഷ്ടം ശനിയുടെ കൂടെ കൂട്ടുക. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ശിഷ്ടം 3 ആണെങ്കിൽ ശനിയുടെ കൂടെ 3 കൂട്ടുക. ഞായർ തിങ്കൾ ചൊവ്വ 4 ആണെങ്കിൽ അതിനനുസരിച്ച് കൂട്ടുക. സോ സിമ്പിൾ പരിപാടി. ഇതാണ് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ. അപ്പോ ഇന്ന് ഇന്ന ദിവസമാണെങ്കിൽ ഇത്രാമത്തെ ദിവസം ഏതെന്ന് ചോദിച്ചാൽ എത്രാമത്തെ ദിവസമാണോ കണ്ടുപിടിക്കേണ്ടത് 1 കുറയ്ക്കുക, 7 കൊണ്ട് ഹരിക്കുക, ശിഷ്ടം എടുക്കുക, അത് തന്നിരിക്കുന്ന ദിവസത്തിന്റെ കൂടെ കൂട്ടുക. സെറ്റ്. ഒരു മാർക്ക് ഇതാ പിടിച്ചു. അടുത്തത്, വാച്ചിലെ മണിക്കൂർ സൂചി 7 മണി മുതൽ 10 മണി വരെ കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന കോൺ എത്ര ഡിഗ്രി ആയിരിക്കും എന്നാണ് ചോദ്യം. 7 മണിക്ക് തുടങ്ങി 10 മണിയാകുമ്പോൾ ആ കോൺ, അതായത് മണിക്കൂർ സൂചി എത്ര ഡിഗ്രി തിരിയും എന്നാണ് ചോദ്യം. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? ഒരു ക്ലോക്കിലെ അടുത്തടുത്ത 2 സംഖ്യകൾക്കിടയിലെ കോണളവ് 30 ഡിഗ്രിയാണ്. എടാ കുഞ്ഞുങ്ങളെ, ഒരു ക്ലോക്കിലെ അടുത്തടുത്ത 2 സംഖ്യകൾക്കിടയിലെ കോണളവ്, ഒരു ക്ലോക്കിലെ അടുത്തടുത്ത 2 സംഖ്യകൾക്കിടയിലെ കോണളവ് 30 ഡിഗ്രിയാണ്. ഒരു ക്ലോക്കിലെ അടുത്തടുത്ത 2 സംഖ്യകൾക്കിടയിലെ കോണളവ് 30 ഡിഗ്രിയാണ്. 7 മണിക്കാണ് തുടങ്ങുന്നത്. 7 മണിക്ക് മണിക്കൂർ സൂചി കറക്റ്റ് 7-ല്. 10 മണിയാകുമ്പോൾ അത് കറക്റ്റ് 10-ൽ വന്ന് നിൽക്കും. ആര്? മണിക്കൂർ സൂചി. മണിക്കൂർ സൂചി. മണിക്കൂർ സൂചി 7 മണിയാകുമ്പോൾ 7, 10 മണിയാകുമ്പോൾ 10. എടാ കുഞ്ഞുങ്ങളെ, 7-ൽ നിന്ന് 10-ലേക്ക് എത്താൻ എത്ര ഡിഗ്രി തിരിയണം? 7-ൽ നിന്ന് 8-ലേക്ക് എത്താൻ 30, 8-ൽ നിന്ന് 9-ലേക്ക് എത്താൻ 30, 9-ൽ നിന്ന് 10-ലേക്ക് എത്താൻ 30, 30 30 30 30 30 60, 60 30 90. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ.
ഒരു ക്ലോക്കിലെ അടുത്തടുത്ത രണ്ട് സംഖ്യകൾക്കിടയിലെ കോണളവ് 30 ഡിഗ്രി ആയിരിക്കും. ഒരു ക്ലോക്കിലെ അടുത്തടുത്ത രണ്ട് സംഖ്യകൾക്കിടയിലെ കോണളവ് 30 ഡിഗ്രി ആയിരിക്കും എന്ന് പറയുന്ന സിമ്പിൾ ആശയം വെച്ചുകൊണ്ടാണ് ആ ചോദ്യം നമ്മൾ ചെയ്തു മാറിയത്. വളരെ സിമ്പിൾ ചോദ്യമാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത്. ഇത് പിന്നെ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. 4 പേരുടെ ശരാശരി വയസ്സ് 15. മക്കളെ, ഒരാളും കൂടെ വന്നു, ശരാശരി 16 ആയി. എടാ, 4 പേരുടെ ശരാശരി വയസ്സ് 15. ഒരാൾ കൂടി വന്നു എന്ന് പറഞ്ഞ ആളുകളുടെ എണ്ണം 5 ആയി. ശരാശരി ഒന്നുകൂടി 15 എന്നുള്ളത് 16 ആയി. ഒരാൾ വന്നു, ശരാശരി ഒന്നുകൂടി. ഒരാൾ വന്നു, ശരാശരി ഒന്നുകൂടി. ഒരാൾ വന്നു, ശരാശരി ഒന്നുകൂടി. ഒരാൾ വന്നു, ശരാശരി ഒന്നുകൂടി. സ്ഥിരം ചോദ്യം. ഒരാൾ വന്നു, ശരാശരി ഒന്നുകൂടി. ഒരാൾ വന്നു, ശരാശരി ഒന്നുകൂടി എന്ന് പറയുന്ന ഏത് ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചാലും ക്രോസ് ആയിട്ട് കൂട്ടണം. ക്രോസ് ആയിട്ട് കൂട്ടുക, ക്രോസ് ആയിട്ട് കൂട്ടുക, ക്രോസ് ആയിട്ട് കൂട്ടണം, ക്രോസ് ആയിട്ട് കൂട്ടണം. അങ്ങനാണെങ്കിൽ 15 5 കൂടെ കൂട്ടിയാൽ എത്ര? 20. സെറ്റ്. ഓപ്ഷൻ എ. 1 മാർക്ക് 1 സെക്കൻഡ്. ഇത്രേ ഉള്ളൂ പരിപാടി. ശരാശരി ഒന്നുകൂടി. ഒരാൾ വന്നു, ശരാശരി ഒന്നുകൂടി. ഒരാൾ വന്നു, ശരാശരി ഒന്നുകൂടി. സ്ഥിരം ചോദ്യമാണ്. ക്രോസ് ആയിട്ട് കൂട്ടിയാൽ മതി. സിമ്പിൾ ഐഡിയ. ബാക്കിയുള്ളതെല്ലാം നമ്മൾ പിന്നീട് പഠിപ്പിക്കുന്നതാണ്. ഇത്തരത്തില് ഒരാൾ വന്നു, ശരാശരി ഒന്നുകൂടി എന്ന് പറയുന്ന ചോദ്യം സ്ഥിരം ചോദ്യമാണ്. അപ്പോൾ 4 പേരുടെ ശരാശരി വയസ്സെന്ന് പറയുന്നത് 15 ആണ്. കണ്ടോ, 4 പേരുടേത് 15. ഒരാളും കൂടെ വന്നു എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം ആളുകളുടെ എണ്ണം 5 ആയി. ശരാശരി ഒന്നുകൂടി എന്ന് പറഞ്ഞാൽ 15 16 ആയി. ക്രോസ് ആയിട്ട് കൂട്ടുക, 4ഉം 16ഉം കൂടെ കൂട്ടിയാൽ 20, അല്ലെങ്കിൽ 15ഉം 5ഉം കൂടെ കൂട്ടിയാൽ 20. സംഭവം സെറ്റ്. ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോണം. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്തി അവസാനിപ്പിച്ചത്. അപ്പോൾ ഇത്തരത്തില് ഒരാൾ വന്നു, ശരാശരി ഒന്നുകൂടി എന്ന് പറയുന്ന ചോദ്യം സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ക്രോസ് ആയിട്ട് കൂട്ടിയാൽ മതി എന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോരുത്. അങ്ങനെ നമ്മൾ വരാൻ പോകുന്ന കമ്പനി ബോർഡ് LGS പരീക്ഷ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥിരമായിട്ട് മാത്സിന്റെ ക്ലാസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നത്. അത്തരത്തില് 2026 നടന്നുപോയ ഒരു 10th ലെവൽ പരീക്ഷയ്ക്ക് ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എല്ലാം ക്ലാസ്സിൽ പരിചയപ്പെടുത്തി അവസാനിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും മറ്റൊരു ക്ലാസ്സുമായിട്ട് നമ്മൾ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. നമ്മുടെ കമ്പനി ബോർഡ് LGS പരീക്ഷ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പുതിയ ബാച്ചുകൾ നമ്മൾ വീണ്ടും തുടങ്ങുകയാണ്. ഒരുപാട് ആളുകളാണ് 10th പ്രിലിംസ് പരീക്ഷാ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നത്. അതായത് കമ്പനി ബോർഡ് LGS പരീക്ഷാ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നത്. റീസണിങ്, അതായത് മാത്സും GKയും മാത്രമാണ് നമ്മുടെ സിലബസിനകത്തുള്ളത്. 80 മാർക്കിന്റെ GKയും 20 മാർക്കിന്റെ മാത്സുമാണ്. മാത്സിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ബാച്ചുകളാണ് മുമ്പോട്ട് പോകുന്നത്. എല്ലാവർക്കും ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ, നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന പരമാവധി ഉദ്യോഗാർത്ഥികളെ ഈ പറയുന്ന റാങ്ക് പട്ടികയിലെ ആദ്യത്തെ 1000-നകത്തേക്ക് എത്തിക്കുക എന്നുള്ള വലിയൊരു മിഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ മാസീവായിട്ട് പുതിയ ബാച്ചുകൾ തുടങ്ങുന്നത്. സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഇത്തരം ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യണം. നമ്മുടെ ബോർഡ് നമ്പർ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ സജഷൻസും വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും കമ്പനി ബോർഡ് LGS പരീക്ഷ പ്രിപ്പറേഷൻ നടത്തുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇതിന്റെ എല്ലാ സജഷൻസും വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.